നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു 80-കാരനെ പറ്റിയ അമളി ഒന്നല്ല 4 വട്ടം 4 സ്ത്രീകളുമായി ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് നഷ്ടമായത് ഒന്നും രണ്ടുമല്ല 9 കോടി രൂപയാണ്. ഏകദേശം 2 വർഷക്കാലത്തോളം 4 വിവിധ ഐഡികളിൽ നിന്നായി ഈ വയോധികൻ്റെ കൈവശം നിന്നും 9 കോടി രൂപയാണ് തട്ടിയെടുത്തത്. മുംബൈ സ്വദേശിയായ 80-കാരനാണ് ഈ പണം നഷ്ടമായിരിക്കുന്നത്. 734 തവണ ഓൺലൈൻ ഇടപാടുകൾ നടത്തിയാണ് വയോധികനിൽ നിന്നും ഈ പണം തട്ടിയെടുത്തത്. പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹതാപത്തിൻ്റെയും ഭീഷണിയുടെയും സ്വരത്തിലായിരുന്നു ഓരോ തവണയും പണം അടിച്ചെടുത്തത്. 4 സ്ത്രീകളുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് നിലവിൽ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നതനുസരിച്ച് ഇത് 4 പേരല്ല, മറിച്ച് ഇതെല്ലാം തന്നെ ഒരാളാകാനുള്ള സാധ്യതയാണ് ഏറെ കൂടുതൽ. സംഗതിയുടെ തുടക്കം ഇങ്ങനെയാണ്. 2 വർഷം മുൻപ് 2023 ഏപ്രിൽ മാസം അന്ന് ഫേസ്ബുക്കിൽ വയോധികൻ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. ആ ഫ്രണ്ട് റിക്വസ്റ്റ് അന്ന് ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഫേസ്ബുക്കിൽ ഷർവി എന്ന പേരുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത്. പരസ്പരം അറിവില്ല എന്നുള്ളത് കൊണ്ട് അന്ന് ആ റിക്വസ്റ്റ് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഷർവിയുടെ അക്കൗണ്ടിൽ നിന്നും ഇദ്ദേഹത്തിന് മറ്റൊരു ഫ്രണ്ട് റിക്വസ്റ്റ് കിട്ടി. അത് അദ്ദേഹം സ്വീകരിച്ചു. അവിടെ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുടെ തുടക്കമുണ്ടായത്. ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് വളരെ വേഗത്തിൽ സൗഹൃദം രൂപപ്പെടുത്തിയെടുത്തു. അതിനുശേഷം നമ്പറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഫേസ്ബുക്കിലെ സംഭാഷണങ്ങൾ മാറി വാട്സപ്പിലേക്ക് എത്തി. അവിടെ നിന്നും നിരന്തരം വിളിക്കുന്ന രീതിയിലേക്കും സൗഹൃദം പ്രണയമായി മാറുകയും ചെയ്തു. ഷർവി പറഞ്ഞതനുസരിച്ച് താൻ ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്നു, തനിക്ക് കുട്ടികൾ മാത്രമാണ് നിലവിലുള്ളത്, മറ്റാരും തന്നെ തനിക്കില്ല എന്നാണ് 80-കാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നാൽ പതിയെ പതിയെ പണം തട്ടാനായിട്ടുള്ള ഓരോ മാർഗങ്ങൾ ഷർവി എന്ന പേരുള്ള ഈ അക്കൗണ്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പേരും ഉറപ്പായും വ്യാജമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. കുട്ടികൾക്ക് പൊടുന്നനെ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളോട് പണം ആവശ്യപ്പെട്ടു തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ പണം കൊടുത്തു. നിരന്തരം പണം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സ്ത്രീയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇയാൾക്ക് ലഭിച്ചു. കവിത എന്ന പേരിലായിരുന്നു ആ റിക്വസ്റ്റ് എത്തിയത്. വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും തുടങ്ങി. ഷർവിയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചു. ശേഷം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് വളരെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി. അശ്ലീല സന്ദേശങ്ങളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാനും പണം ചോദിക്കാനും തുടങ്ങി. ആ വർഷം 2023 ഡിസംബർ മാസത്തിൽ ഷർവിയുടെ സഹോദരി എന്ന പേരിൽ ദിനാസ് എന്നൊരു മറ്റ് സ്ത്രീ ഇദ്ദേഹത്തിന് സന്ദേശം അയച്ചു തുടങ്ങി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷർവി മരണപ്പെട്ടെന്നും ആശുപത്രി ബില്ലടയ്ക്കാൻ മറ്റ് നിർവാഹമില്ല, ദയവ് ചെയ്ത് താങ്കൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പണം ആവശ്യപ്പെട്ടത്. സഹതാപം കണ്ട് പണം നൽകാൻ ആദ്യം ഇയാൾ തയ്യാറായി. അതിനുശേഷം വീണ്ടും പണം ആവശ്യപ്പെട്ടു. ഷർവിയും ഇദ്ദേഹവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം അയച്ച് ഭീഷണിപ്പെടുത്തി. പണം തന്നില്ലെങ്കിൽ ഇത് പരസ്യപ്പെടുത്തുമെന്നും നാണം കെടുത്തുമെന്നും ഭീഷണി. അങ്ങനെ പണം തട്ടിയെടുത്തു. എന്നാൽ കൊടുത്ത പണം തിരികെ ചോദിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി ദിനാസ് ഉയർത്തി. എന്നിട്ടും അവിടം കൊണ്ടും അത് കഴിഞ്ഞില്ല. തൊട്ടുപിറകെ ജാസ്മിൻ എന്ന പേരിൽ മറ്റൊരു സ്ത്രീ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. നിരന്തരം മെസ്സേജ് അയക്കാൻ തുടങ്ങി. പക്ഷേ അത് ഷർവിയുടെയോ കവിതയുടെയോ സുഹൃത്തല്ല, മറിച്ച് ദിനാസിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞായിരുന്നു പരിചയപ്പെടുത്തിയത്. അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവർക്ക് മറ്റ് നിവർത്തിയില്ല, നിരാലംബയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവർക്കും ഈ വയോധികൻ പണം അയച്ചു കൊടുത്തു. എന്ത് ഭയന്നിട്ടാണ് പണം അയച്ചു കൊടുത്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിനിടയിൽ പണമൊക്കെ നഷ്ടമായി വയോധികന് കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. 2023 ഏപ്രിൽ മാസം മുതൽ 2025 ജനുവരി മാസം വരെ 734 ഇടപാടുകൾ നടത്തി. അതിലൂടെ നഷ്ടമായത് 1-2 അല്ല 8,70,00,000-ലധികം രൂപയാണ് ഈ സ്ത്രീകൾക്ക് മാത്രമായി കൊടുത്തത്. ആ സമ്പാദ്യമൊക്കെ തന്നെ നഷ്ടപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ അവർക്ക് പിന്നെയും പണം കൊടുക്കാൻ കയ്യിൽ പണമില്ലാതെ വന്നതോടെ മരുമകളുടെ പക്കൽ നിന്നും 2 ലക്ഷം രൂപ കടം വാങ്ങിക്കൊടുത്തു. പിന്നെയും നിരന്തരം ഇവരുടെ ഭീഷണി തുടർന്നപ്പോൾ മകനോട് തന്നെ പണം നേരിട്ട് ആവശ്യപ്പെട്ടു. 5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. തൻ്റെ അച്ഛൻ എന്താണ് ഇത്ര പെട്ടെന്ന് ഇത്രയധികം പണത്തിൻ്റെ ആവശ്യമെന്നുള്ളത് മകൻ അന്വേഷിച്ചു. ഏറെ സംശയം തോന്നി. പിതാവിനോട് തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഒരു വലിയ സൈബർ തട്ടിപ്പിൻ്റെ ഇരയായി വയോധികൻ മാറി എന്നുള്ളത് മകൻ മനസ്സിലാക്കിയത്. എന്നാൽ പിന്നാലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകി. എന്നാൽ ആശുപത്രിയിൽ വെച്ചുള്ള പരിശോധനയ്ക്ക് ശേഷമാണ്
ഇദ്ദേഹത്തിന് ഡിമെൻഷ്യ സ്ഥിരീകരിച്ചത്, അതായത് മറവി രോഗമുണ്ടായി. അങ്ങനെ ഈ വർഷം ജൂലൈ 22-ാം തീയതി കുടുംബം പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. കേസിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. പോലീസ് പറയുന്നതനുസരിച്ച് 4 സ്ത്രീകളല്ല, മറിച്ച് ഇതെല്ലാം തന്നെ ഒരാളാകും, ഇതൊരു വലിയ റാക്കറ്റ് ആയിരിക്കുമെന്ന സംശയമടക്കം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഉറപ്പായും അവരെ കണ്ടെത്തുമെന്നും പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.